ആപ്കി അദാലത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരായ കുറ്റാരോപണം. ഇദ്ദേഹം എതിർക്കുന്നവരെ പറ്റി ഒരടിസ്ഥാനവുമില്ലാത്ത കുറ്റങ്ങൾ ആരോപിക്കുന്നു എന്നുള്ളതാണ്. താങ്കൾക്കൊരു 2-3 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താം. മെയ് 18, 2019 ഒരു സ്റ്റേറ്റ്മെന്റ് BBC. അതിൽ താങ്കൾ പറയുന്നത് BJPക്ക് എന്റെ സുരക്ഷാ ഭടന്മാരെ വെച്ച് തന്നെ എന്നെ കൊല്ലാൻ സാധിക്കും, എന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ BJPക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന്. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ അത്രയ്ക്കധികം ഇൻസിഡൻസ് സംഭവിച്ചിട്ടുണ്ട്. എന്നെ ഒരാൾ അറ്റാക്ക് ചെയ്തു, നിങ്ങൾ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടറാണ്, ഒരു ചീഫ് മിനിസ്റ്ററുടെ മേത്ത് തന്നെ ഇത്രയും റിപ്പീറ്റഡ് അറ്റാക്സ് സംഭവിക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതുവരെ? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ സെക്യൂരിറ്റീസൊക്കെ, ഇവിടെയുള്ള പോലീസൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ എൻ്റെ കൺട്രോൾ ഒന്നും തന്നെ ഇല്ല. സോ അറ്റാക്ക് സംഭവിച്ച കാര്യത്തിൽ ഏതൊരു ഇൻവെസ്റ്റിഗേഷനും നടന്നിട്ടുമില്ല. അതിനായിട്ടുള്ള കാരണം എന്താണെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊക്കെ വിശ്വസിക്കുന്ന രീതിക്കാണോ ഉള്ളത്? ഒരു ചീഫ് മിനിസ്റ്ററുടെ മേത്ത് റിപ്പീറ്റഡ്ലി സർക്കാരിന്റെ അത്രയും വലിയൊരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ഒരു ഇങ്ക് വന്ന് സ്റ്റേജിൽ എല്ലാവരുടെ മുമ്പിൽ ഇട്ടിട്ട് പോയേക്കുവാണ്. ഇതുപോലെ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അടുത്ത അത്രയും വലിയ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, അത്രയും വലിയ ഡിഗ്നിറ്റി ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. എങ്ങനെ ഞാൻ അംഗീകരിക്കുന്നു, ജനാധിപത്യത്തിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു വ്യക്തിക്ക് അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഇപ്പോ താങ്കൾക്ക് ആവശ്യമുള്ളത്ര സെക്യൂരിറ്റി ഉണ്ടോ? ഇല്ല, ഉള്ള എല്ലാ സീക്രറ്റും അവർക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതാണ് ഞാൻ ആക്ച്വലി പറഞ്ഞത്. അവർക്ക് പിന്നെ ഇതിനെക്കുറിച്ച് അവർക്ക് റിപ്പോർട്ട് ചെയ്താലും എനിക്ക് റിപ്പോർട്ട് ചെയ്താലും നിങ്ങളുടെ കടമയല്ലേ ഡൽഹി സെക്യൂരിറ്റി, ഡൽഹിയുടെ ചീഫ് മിനിസ്റ്റർ, മിനിസ്റ്റേഴ്സിന് വേണ്ടി സെക്യൂരിറ്റി, അതൊക്കെ അവരല്ലേ എൻഷുർ ചെയ്യേണ്ടത്. മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ജനുവരി 14, 2019 താങ്കൾ താങ്കളുടെ പാർട്ടി പ്രവർത്തകരോട് പറയുകയാണ്, മോദി ഒരു ഹിറ്റ്ലറാണ്, അദ്ദേഹം വീണ്ടും തിരിച്ച് പവറിലേക്ക് വന്നാൽ വീണ്ടും ഇലക്ഷൻ നടക്കില്ലെന്ന്, ഭരണഘടന തന്നെ മാറ്റി എഴുതുമെന്ന്. ഇപ്പൊ ഇലക്ഷൻ നടക്കുന്നുണ്ടല്ലോ, താങ്കൾ മത്സരിക്കുന്നില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ അദ്ദേഹത്തിന് കുറ്റം പറയുന്നതും അദ്ദേഹം എന്നെ കുറ്റം പറയുന്നതും ഒരു കാര്യമാണ്. മാർച്ച് 18, 2016 ഇത് ആക്ച്വലി ഇലക്ഷന്റെ സമയമല്ല. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും എല്ലാവരും ഉണ്ടായിരുന്നു. താങ്കൾ ജഡ്ജസ് പറയുമ്പോൾ ഞാൻ കേട്ടു, അതായത് അവരുടെ ഫോണൊക്കെ ടാപ്പ് ചെയ്യുകയാണെന്ന്. ഒരുപാട് ജഡ്ജസ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോടും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, നിങ്ങൾ ചിരിക്കുന്നുണ്ടല്ലോ. എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല. ഒരുപാട് പേര് പറയും അവരുടെ ഫോൺ ടാപ്പ് ചെയ്യുന്നുണ്ടെന്ന്. സർക്കാർ രഹസ്യമായിട്ട് അന്വേഷിക്കുന്നതാണോ? അപ്പൊ താങ്കളുടെ സർക്കാരും അങ്ങനെയാണോ? അതെ, അങ്ങനെയാണ്. ഇതിനു മുമ്പ് കോൺഗ്രസ് ചെയ്തു, ഇതാ ഇപ്പൊ BJP ചെയ്യുന്നു. അപ്പോൾ സർക്കാരിലുള്ള ആരെയെങ്കിലും താങ്കളും അങ്ങനെ നോക്കുന്നുണ്ടോ? അല്ല, ഞാൻ അങ്ങനെയല്ല. അതായത് എൻ്റെ അടുത്ത് പോലീസ് ഇല്ല, ലോ ആൻഡ് ഓർഡർ ഇല്ല, ക്രിമിനൽ സംബന്ധപ്പെട്ട ഒന്നുമില്ല. അപ്പോൾ ഡിസംബർ 15, 2015 ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പിന്നിലേക്ക് നമുക്ക് പോവാം. മോദിക്ക് എന്നോടൊപ്പം മത്സരിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് CBIയെ അയക്കുകയാണ്. മോദി യഥാർത്ഥത്തിൽ ഒരു സൈക്കോപാത്താണ്. കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, ചിത്രവാദമൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഓഫീസിൽ CBI റെയ്ഡൊക്കെ സംഭവിച്ചു. എൻ്റെ വീട്ടിൽ ഡൽഹി പോലീസ് ഒന്ന് റെയ്ഡ് നടത്തി. എൻ്റെ വീടിൻ്റെ ബെഡ്റൂമിൽ കയറി പോലീസുകാർ അലങ്കോലമാക്കിയിട്ടാണ് പോയത്. ആലോചിച്ച് നോക്കിയ ഭരണപക്ഷത്തിലുള്ള ചീഫ് മിനിസ്റ്ററിന്റെ വീട്ടിൽ ഏതൊരു ഇതും ഇല്ലാണ്ട് വന്ന് കയറി അതിക്രമം കാണിച്ചേക്കുന്നു. സിറ്റിംഗ് ചീഫ് മിനിസ്റ്ററിന്റെ ബെഡ്റൂമിൽ കയറിയാണ് അലങ്കോലമാക്കിയിട്ട് പോയേക്കുന്നത്. അവരുടെ ചിന്ത എന്താ? എന്തെങ്കിലും ഒരു ഫയൽ കിട്ടുമോ എന്നുള്ളത് നോക്കാനായിട്ട്. ബെഡ്റൂമിൽ അതൊക്കെ ഹോൾഡ് ചെയ്യുന്നതെന്നാണ് അവരുടെ കരുതൽ. എൻ്റെ കയ്യിൽ അങ്ങനത്തെ പേപ്പറൊന്നുമില്ല, അവർക്കൊന്നും കിട്ടിയില്ല, അവരുടെ ഭാഗത്തോട്ട് ഞാൻ പോയുമില്ല. ഇപ്പൊ എന്തുകൊണ്ടാണ് ഒന്നും പറയുന്നില്ല? നിങ്ങൾ ചേർന്നുള്ള ചതിയാണോ? അദ്ദേഹം ഒന്നും പറയുന്നില്ല. ഇല്ല, അങ്ങനെയല്ല. എപ്പോഴൊക്കെ എന്തെങ്കിലും ഒരു ഇഷ്യൂ എടുത്താലും ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇഷ്യൂവിനെ കുറിച്ച് അല്ലാണ്ട് ഞാൻ ആവശ്യമില്ലാണ്ട് സംസാരിക്കത്തില്ല. ഞാൻ ചില ഡേറ്റാസ് ഒക്കെ അനലൈസ് ചെയ്തിട്ടുണ്ട്. 2016 താങ്കൾ താങ്കളുടെ ട്വീറ്റ്സിൽ 124 പ്രാവശ്യം നരേന്ദ്രമോദിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നു. 2017 33 പ്രാവശ്യമാണ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിരിക്കുന്നത്. മാർച്ച് 1, 2017 മുതൽ മാർച്ച് 2, 2018 വരെ അദ്ദേഹത്തിന്റെ പേര് ഒരു പ്രാവശ്യം പോലും താങ്കളുടെ ട്വീറ്റിൽ വന്നിട്ടേയില്ല. 18 ശേഷം ഇപ്പോഴാണ് തുടങ്ങിയിരിക്കുന്നത്. അതിന്റെ ഫുൾ അനലൈസ് ഇതുവരെ കിട്ടിയിട്ടില്ല. അതിന്റെ ഡേറ്റ വരെ എനിക്ക് ഫുൾ കിട്ടി. 16 ശേഷം കുറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അത് ഇതിലെന്ത് രഹസ്യമുള്ളത്? ഇതിൽ ഒരു രഹസ്യമില്ല, ഒന്നും തന്നെ ഇല്ല. രഹസ്യം പറയാൻ താങ്കൾക്ക് താല്പര്യമില്ല? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, എന്റെ ലക്ഷ്യം എന്നും ഒന്നാണ്. അത് ഡൽഹി ജനങ്ങൾക്ക് എന്നും ഒരു നല്ല കാര്യം ചെയ്യുന്നു. ഇപ്പൊ ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ തരാം. ഒരുപക്ഷെ പണിയൊക്കെ നിന്നാൽ ഞാൻ അതിനുശേഷം സംസാരിച്ചതാണ് സെൻട്രൽ ഗവൺമെന്റിലെ LG സാറിന്റെ അടുത്ത്. ഇതിനു മുമ്പും എല്ലാ ഫയൽസും LG സാറിന്റെ അടുത്തോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. CCTV ക്യാമറയുടെ ഫയൽസ് മാത്രം ഒരു 2-2.5 വർഷമായിട്ട് LG സാറിന്റെ അടുത്ത് പെൻഡിങ്ങിലായിരുന്നു. ഞാൻ എപ്പോൾ പോയാലും ഒന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ സാറെന്ന് ചോദിക്കുമ്പോൾ ഓക്കെ അടുത്ത ആഴ്ച തീർത്തേക്കാന്നൊക്കെ പറയുന്നത്. അതിനുശേഷം ഞാനും മനീഷ് ഒരു പ്രാവശ്യം പോയി ചോദിച്ചപ്പോൾ അടുത്ത ആഴ്ച ചെയ്ത് തന്നേക്കാന്നാണ് പറഞ്ഞത്. ഇവിടെ തന്നെ ഇരിക്കാൻ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു. ഒരാഴ്ചയോ 2 ആഴ്ച എടുത്താലും പ്രശ്നമില്ലെന്ന് പറഞ്ഞു. 10 ദിവസം ഒരു പോരാട്ടം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ?
അതായത് ഈ ജനങ്ങൾക്ക് വേണ്ടിയാണ് CCTV ക്യാമറയുടെ ഫയൽസ് ഒക്കെ മൂവ് ചെയ്യാനായിട്ട്, മോഹൻലാൽ ക്ലിനിക്കിന് വേണ്ടി EB റേറ്റ് കുറയ്ക്കാനായിട്ട്, വെള്ളത്തിന്റെ റേറ്റ് കുറയ്ക്കാൻ, ഇതിനൊക്കെ പോരാടിയിട്ടുണ്ട്. ആദ്യം ഞാൻ കൈകൂപ്പി ചോദിക്കും, പിന്നെ കാലി വീണ് ചോദിക്കും. അതിനുശേഷവും ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ പോരാടേണ്ട അവസ്ഥയാ. ഇവിടെ BJP ജനങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയുള്ള സർക്കാർ വേണം? പ്രവർത്തിക്കുന്ന സർക്കാർ വേണോ അതോ പോരാട്ടങ്ങൾ നടത്തുന്ന സർക്കാർ വേണോ? ഈ പ്രവർത്തനം ചെയ്യാനായിട്ടാണ് ഞാൻ ശരിക്കും ഈ പോരാട്ടം തന്നെ നടത്തുന്നത്. ആ പണികളൊക്കെ നിങ്ങളൊരു കാര്യം പറയൂ. ഡൽഹി സർക്കാർ സ്കൂൾസിലൊക്കെ നിങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ കണ്ടിട്ടുണ്ടാവും. BJP ഉള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഇത് സംഭവിച്ചിട്ടുണ്ടോ? പല വർഷങ്ങളായിട്ട് BJP ഭരണത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രാവശ്യം പുറത്തൊക്കെ വിട്ടേക്കൂ. UP, ഹരിയാന, MCDA പോലും എടുത്തോളൂ. എന്തെങ്കിലും ഒരു പ്രാവശ്യം അവർ ചെയ്തിട്ടുണ്ടോ? ഹോസ്പിറ്റൽസ് ഒക്കെ അവരെന്തെങ്കിലും ശരിയാക്കിയിട്ടുണ്ടോ? ഉത്തർപ്രദേശിൽ നിങ്ങൾ എടുത്തോളൂ. അവിടെ എവിടെയെങ്കിലും EB കിട്ടുന്നുണ്ടോ ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും? ഹരിയാനയിലുണ്ട് 24 മണിക്കൂറൊക്കെ EB. താങ്കൾ അതോർത്ത് സന്തോഷപ്പെടണം. മറ്റ് സ്റ്റേറ്റിലുള്ള മുഖ്യമന്ത്രിമാർ, സെൻട്രൽ ഗവൺമെന്റിലുള്ള മന്ത്രിമാർ, MP-മാർ എല്ലാവരും താങ്കളുടെ ജോലി ചെയ്യാൻ വരുന്നു. അതായത് ഇപ്രാവശ്യം ഡൽഹി സർക്കാരിൽ ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതായത് പല പാർട്ടികൾ ഒരുമിച്ചിട്ടുണ്ട്. ആദ്യം തൊട്ട് ഡൽഹിയിൽ 3 പാർട്ടികളായിരുന്നു. BJP, ആം ആദ്മി, കോൺഗ്രസ് പാർട്ടി. ഇപ്രാവശ്യം എല്ലാവരും ചേർന്നു. BJP, ആം ആദ്മി, RJD, LJP, JDU. ഈ നാട് മുഴുവൻ എല്ലായിടത്തും ഇവരെങ്ങനെയാ വന്നതെന്ന് അറിയില്ല. ഇവർക്കൊക്കെ ഒരൊറ്റ എയിമേ ഉള്ളൂ, കേജ്രിവാളിനെ തോൽപ്പിക്കണം. ആരംഭത്തിൽ അവരെല്ലാവരും ഒരുമിച്ച് വന്നപ്പോൾ ശരിക്കും ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ എല്ലാ ചീഫ് മിനിസ്റ്റേഴ്സും വരുന്നുണ്ട്. മിനിങ്ങാന്ന് വിജയ് രൂപാനി വന്നിരുന്നു. ഒരു പോരാട്ടത്തിൽ എന്നെ ഒരുപാട് അങ്ങോട്ട് വഴക്ക് പറഞ്ഞതാണ് അദ്ദേഹം. ജനങ്ങളെ കൊണ്ടത് കണ്ടിരിക്കാൻ പറ്റില്ല. ജനങ്ങൾ എനിക്ക് ചോദ്യം ചോദിക്കാൻ ആരംഭിച്ച്, ഗുജറാത്തിൽ EBക്ക് എന്താ റേറ്റ് എന്ന്. യൂണിറ്റിന് 10 രൂപ എന്ന് പറഞ്ഞു. പക്ഷേ കെജ്രിവാൾ ഞങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് നൽകുമെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ആദ്യം ഗുജറാത്തിൽ പോയി EB നോക്കിയിട്ട് പിന്നെ വന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ സ്പീച്ച് നൽകാൻ. ഇന്നലെ ഖട്ടർ സാർ വന്നിരുന്നു. ഖട്ടർ സാർ അവിടെ വന്നതും എന്നെക്കുറിച്ച് വായി തോന്നുന്നൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. അവിടെ തന്നെ ജനങ്ങൾ ചോദിച്ചു, ഖട്ടർ സാർ നിങ്ങളുടെ നാട്ടിൽ എത്ര സമയം EB വരുന്നതെന്ന്. ഒരു ദിവസം 10 മണിക്കൂറെന്ന്. അവിടെ കെജ്രിവാൾ സാർ 24 മണിക്കൂറും ഫ്രീ ആയിട്ടാണ് തരുന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്തോട്ട് പോവൂ, അവിടെ ചെന്നെല്ലാം ശരിയാക്കിയിട്ട് ഇവിടെ വന്ന് സ്പീച്ച് തരാൻ പറഞ്ഞു. ആരൊക്കെ വന്നാലും അവരുടെയൊക്കെ ലക്ഷ്യം ഒന്ന് മാത്രമാ. ഞാൻ പറയുന്നു ഞാൻ സ്കൂൾ റെഡിയാക്കാം, നിങ്ങൾ കെജ്രിവാളിനെ മാറ്റി തരണമെന്ന്. ഞാൻ പറയുന്നു ഹോസ്പിറ്റൽ ശരിയാക്കാമെന്ന്, അവർ പറയുന്നത് കെജ്രിവാളിനെ മാറ്റാനായിട്ട്. അവരുടെ ലക്ഷ്യം എന്നെ തോൽപ്പിക്കാനാണ്. ഡൽഹിയുടെ വളർച്ച അവർക്ക് തടയണം. സ്കൂൾ ഹോസ്പിറ്റലെല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞു, അവര് കേജ്രിവാളിനെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. കെജ്രിവാളിനെ ഇവരൊക്കെ ശരിയാക്കാൻ പറ്റുള്ളൂ. ഇവരുടെ കൈകളിലാണ് ശക്തിയുള്ളത്. പക്ഷെ താങ്കൾ പറയുന്നു എല്ലാ പാർട്ടിക്കാരും ഒന്നായിരിക്കുന്നു, കോൺഗ്രസ്, JDU, BJP. താങ്കൾ ആ ദിവസങ്ങൾ മറന്നുപോയോ? താങ്കൾ കൊൽക്കത്തയിൽ പോയപ്പോ താങ്കളും മമതാ ബാനർജിയും ശരത് പവാറും എല്ലാവരും ഒന്ന് ചേർന്നില്ലേ മോദിയെ തോൽപ്പിക്കാൻ വേണ്ടി? ജനങ്ങൾ എന്നെ തോൽപ്പിച്ചില്ലേ? ജനകീയത്തിൽ എപ്പോഴും ജനങ്ങളാണ് മുതലാളിയായിട്ടിരിക്കുന്നത്. പക്ഷെ ജനങ്ങളാണ് എന്നെ ഇപ്പൊ തോൽപ്പിച്ചത്.